ഈ സന്ധ്യയിൽ നമ്മളോട് ദൈവവചനം പങ്കുവെക്കുന്നത് ശ്രീമതി അനില മോനച്ചനാണ്. പ്രിയപ്പെട്ട അനിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നോമ്പിൻ്റെ 40-ാം ദിവസത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുകയാണല്ലോ. ഈ 40-ാം ദിവസത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നാം ഓരോരോ ചിന്തകളിങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ നോമ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഇടയായി തീർന്നു. സ്നേഹിച്ചവർക്ക് വേണ്ടി ജീവൻ ബലി നൽകിയ ഒരു ജീവിതമായിരുന്നു ക്രിസ്തുവിൻ്റേത്. പാപികൾക്ക് വേണ്ടി ക്രിസ്തു സഹിച്ച കഷ്ടവും സഹനവും പങ്കപ്പാടുകളുമൊക്കെ ഓർക്കുന്ന അവസരമായിട്ടാണ് ഈ നോമ്പിൻ്റെ ദിനങ്ങളെ നാം കാണുന്നത്. നോമ്പിൻ്റെ ദിനങ്ങൾ ഈ സഹനവും നോമ്പുമൊക്കെ ആരെയും അത്ഭുതത്തിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ നോമ്പിൻ്റെ നാളുകൾ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ദിനങ്ങളായി തീരുവാനായിട്ട്, അതിനുള്ളൊരു യാത്രയായി നമ്മുടെ ഈ നോമ്പും ദിനങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഒരു അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 1-ാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവപുരവാസികളോടൊന്നു ചേർന്നിടാം, ദേവപുരവാസികളോടൊന്നു ചേർന്നിടാം. ശോഭനാപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനാപുരമതിൽ രാജനോടുകൂടെ നാം. മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവപുരവാസികളോടൊന്നു ചേർന്നിടാം, ദേവപുരവാസികളോടൊന്നു ചേർന്നിടാം. ശോഭനാപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനാപുരമതിൽ രാജനോടുകൂടെ നാം. മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ഞങ്ങൾ ഇളവുട
കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗപിതാവേ, തമ്പുരാനെ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ ഇന്ന് സന്ധ്യാനിമിഷം വരെ നീ കരുതിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. അടിയങ്ങളുടെ ആയുസ്സിൽ ഒരു നിമിഷം കൂടി, ഒരു ദിവസം കൂടി നൽകിയല്ലോ. നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ തലകളെ മണക്കുവാൻ, ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദൈവസന്നിധിയിലും ഇറക്കി വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. നിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അടിയങ്ങൾ കടന്നു വന്നതുപോലെയല്ല തമ്പുരാനെ, നിൻ്റെ പരിശുദ്ധാത്മ ശക്തിയുണ്ട്, നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അടിയൻ നിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ല, ഏതുമില്ല കർത്താവേ. മഹാപാപിയും ദോഷിയും കുറ്റക്കാരി കുറവുള്ളവളും സമ്മതിക്കുക കർത്താവേ. നിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല കർത്താവേ. എന്നാലോ എന്നെ നീ ബലപ്പെടുത്തുന്ന ദൈവമായിരിക്കാലും സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ തെല്ലി യോഗ്യതയില്ല തമ്പുരാനെ. നിൻ്റെ വചനമാണ് കർത്താവേ. നിൻ്റെ മക്കളോട് സംസാരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ കൃപയല്ലാതെ, നിൻ്റെ ശക്തിയല്ലാതെ ഒന്നുമില്ല കർത്താവേ. അരുതാത്ത ഒരു വാക്കുപോലും അടിയൻ്റെ നാവിന്മേലുണ്ടാകുവാൻ അവിടുന്ന് ഇടയാകില്ലേ കർത്താവേ. വീക്കനായ മോശയുടെ നാവോടുകൂടിയിരുന്ന ദൈവം കൃപ കൊണ്ട് നിറയ്ക്കണം. കുറവുകളൊക്കെ ഇവിടുന്ന് ക്ഷമിക്കണമേ കർത്താവേ. അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് ഒരുക്കുന്നത് ഓർത്ത സ്തോത്രം കർത്താവേ. ഈ പറയുന്ന വചനം കേൾക്കുന്ന നിൻ്റെ മക്കൾക്കും അടിയനും ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണം. സകല നന്മകളാലും നിറയ്ക്കണം. സകലതും യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തമ്പുരാൻ കർത്താവ് മരുഭൂമിയിലേക്ക് യാത്ര പോകുന്ന സന്ദർഭമാണ്. അവിടെ പിശാച് ദൈവത്തെ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് നാം ഈ വേദഭാഗത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തമ്പുരാൻ 40 ദിവസം ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ദൈവസന്നിധിയിൽ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് നടന്നു. അപ്പോഴാണ് സാത്താന് ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. കാരണം ഈ 40 ദിവസം ഒന്നും കഴിക്കാതെയും ഒന്നും കുടിക്കാതെയും ഇരുന്ന തമ്പുരാൻ കർത്താവിന് വിശപ്പുണ്ട്, ദാഹമുണ്ട്, വെള്ളം വേണം, ഇതൊക്കെ സാത്താൻ അറിയാമായിരുന്നു. എന്നാൽ അവിടെ സാത്താൻ ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് അവനോട് അടുക്കുകയാണ്. അപ്പോൾ സാത്താൻ്റെ പരീക്ഷകളെ അതിജീവിക്കുവാനായിട്ട് ദൈവം തമ്പുരാന് പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ ശക്തിയിൽ ക്രിസ്തുവിനത് സാധിച്ചു. അതിനെക്കുറിച്ച് 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരുഭൂമിയിലേക്കൊരു യാത്ര. മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവാൻ അവോളം ഇഷ്ടമുള്ളവരാണ്. പക്ഷേ എന്നാൽ മരുഭൂമിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു വിനോദയാത്രയല്ല. പിന്നെയോ മരുഭൂമിയുടെ യാത്രയിൽ വളരെ കഷ്ടവും സങ്കടവും വേദനയും ഒക്കെ നിറഞ്ഞ, കല്ലുമുള്ളും നിറഞ്ഞ ഒരു യാത്രയാണ് മരുഭൂമിയുടെ യാത്ര എന്ന് പറയുന്നത്. അതിന് ഒരു സഹനത്തിൻ്റെ കഥ പറയുവാൻ കാണും. മരുഭൂമി യാത്രയിൽ സഹനത്തിൻ്റെ കഥകളാണ് പറയുവാനുള്ളത്. നമ്മൾ ഈ അടുത്ത നാളുകളിൽ ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചൊക്കെ കേട്ടു. അതിൻ്റെ യഥാർത്ഥ പച്ചയായ ജീവിത അനുഭവം അനുഭവിച്ച ആ മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടു. അതിൽ ആ മനുഷ്യൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വളരെ കഷ്ടവും സങ്കടവും വേദനയൊക്കെ നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയി. അതാണ് യഥാർത്ഥത്തിൽ മരുഭൂമിയുടെ അവസ്ഥ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം മരുഭൂമിയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, രോഗവും ദുഃഖവും മരണവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ മരുഭൂ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഈ ജീവിതമാകുന്ന യാത്രയിൽ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്ര ഏറ്റവും ധന്യമുള്ള ഇതായിത്തീരുന്നത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, മരുഭൂ യാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത്. ഈ ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, നമ്മളെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മരുഭൂ യാത്രയിൽ നസ്രയനായ യേശു ജനിച്ചു എന്ന ഹേരോദാവ് കേൾക്കുമ്പോൾ ആ പൈതലിനെ കൊന്നുകളയുവാനായിട്ട് ഹെരോദാവ് കൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, മരുഭൂമിയിലൂടെ നീ മിസ്രൈമിലേക്ക് ഓടിപ്പോകുവാനായിട്ട്. മരുഭൂമിയിലേക്ക് പോകുവാനായിട്ടാണ് യോസഫിനോട് പറയുന്നത്. അങ്ങനെ കഠിനമായ മരുഭൂ യാത്രയുടെ ഫലമായി ദൈവത്തിൻ്റെ പുത്രൻ നമ്മളിൽ ഒരാളായി നമ്മോടൊപ്പം പാർത്തു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് വേണ്ടി
ജീവിക്കുന്ന ക്രിസ്തു. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തതും മരുഭൂയാത്രയാണ്. നമുക്കറിയാം, മരുഭൂമിയിലൂടെ 40 വർഷക്കാലം ഇസ്രായേൽ ജനത ഉഴറി നടന്ന സംഭവം. അവരുടെ ആ മരുഭൂയാത്രയിൽ വളരെയേറെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തെ തള്ളി പറയുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ മരുഭൂയാത്രയിൽ ദൈവം അവരെ വഴി നടത്തി. അവർക്ക് ഭക്ഷണമില്ലാതെ ഇരുന്നപ്പോൾ ദൈവം മന്ന പൊഴിച്ചു കൊടുത്തു. അവർക്ക് വെള്ളം കുടിക്കാനില്ലാതെ ഇരുന്നപ്പോൾ പാറയെ പിളർന്നവർക്ക് വെള്ളം കൊടുത്തു. മാറായിലെ വെള്ളത്തെ മധുരമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാന് അവർക്ക് ഇടയാക്കി തീർത്തു. ഇതൊക്കെ മരുഭൂമിയുടെ അവസ്ഥയാണ്. ഹാഗാർ മരുഭൂമിയിലൂടെ ഉഴറി നടന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹാഗാർ മരുഭൂമിയിലൂടെ നടന്ന് തൻ്റെ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുക്കുവാനില്ലാതെ ഒരമ്പിൻപാടകലെ നോക്കിയിരുന്ന് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മരുഭൂമിയുടെ അവസ്ഥ വളരെ പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞതാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമുക്ക് നൽകുമ്പോൾ അതിൽ നിന്ന് കരകയറുവാനായിട്ട് അവൻ നമുക്കൊരു സാധ്യതയെ കാണിച്ചു തരുന്ന ദൈവമാണ്. മരുഭൂമി വിശപ്പിൻ്റെ അനുഭവമാണോ, അതോ വിശപ്പ് മരുഭൂമിയുടെ അനുഭവമാണോ? പഴയ നിയമകാലത്ത് വിശപ്പ് ഒരു ജനതയുടെ മൊത്തം പ്രശ്നമായിരുന്നു. ഒരു ജനതയ്ക്ക് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഭക്ഷണമില്ല, വിശന്നു. അത് അവരുടെ ഒരു ജനതയുടെ മൊത്തം പ്രയാസമായിരുന്നു, ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ചൊരു വ്യക്തിയുടെ നിലപാടാണ്. വിശപ്പെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നിലപാട്. കർത്താവിൻ്റെ ദൗത്യവും നിയോഗവും ഈ നിലപാട് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ ശേഷം യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തു പോയത് മരുഭൂമിയിലേക്കാണ്. പിശാച് 40 ദിവസം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ യേശു മരുഭൂമിയിൽ നടന്നു. പല രീതിയിൽ പിശാച് ചതിക്കുഴികൾ കർത്താവിന് വേണ്ടി ഒരുക്കി. നീ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. നീ ഈ ഗോപുരത്തിങ്കലിൻ്റെ അറ്റത്ത് നിന്ന് താഴേക്കു ചാടുക, നിന്നെ കാക്കുവാനായിട്ട് ദൂതന്മാരുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി. ഒരുപക്ഷെ മനുഷ്യരായ നമ്മെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ നമ്മളോട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വാ, ഞങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വാ, നിങ്ങൾക്ക് സമാധാനം ഞങ്ങളുടെ പക്കലുണ്ട്, നിങ്ങൾക്ക് സൗഖ്യം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് പറഞ്ഞ് പലരും നമ്മളെ മാടി വിളിക്കും. അപ്പോഴൊക്കെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ധൈര്യപൂർവ്വം പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമായി തീരണം. നമ്മുടെ ഈ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വളരെ ക്ഷണികമാണ്. അത് വേഗം തീർന്നു പോകുന്നൊരവസ്ഥയാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ, മറികടക്കുവാൻ, അത് കുറേ നാൾ നമ്മളുടെ ജീവിതത്തിലെ പ്രയാസം ഉണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ ഈ കാലവും നമ്മൾ കടന്നു പോകുമെന്ന് പറയുവാൻ തക്കവണ്ണം, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ തള്ളിക്കളയുന്നവരായിട്ടല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവമേ ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുമാറാകണമേ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുവാനായിട്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ഇടയായിത്തീരണം. മരുഭൂയാത്രയുടെ തുടക്കമോ ഒടുക്കമോ ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ ദൈവത്തോട് ചേർന്ന് നമുക്ക് ഈ മരുഭൂയാത്രയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്, ഈ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതമാകുന്ന മരുഭൂയാത്രയിൽ നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം തമ്പുരാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് മരുഭൂമി എന്ന അത്ഭുതം. മരുഭൂമിയിൽ അനേകം അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ്. ഇന്ന് മനുഷ്യർ കാണുന്നിടത്തേക്ക്, മനുഷ്യർ നോക്കുന്നിടത്തേക്ക്, മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നിടത്തേക്ക് പോകുവാനാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഇടത്തേക്ക്, ഏത് പ്രശ്നങ്ങൾ, എന്ത് അത്ഭുതം പ്രവർത്തിച്ചാലും ആരും കാണാതെ മാറി നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്നത്. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് പലപ്പോഴും നന്മകളെ,
ഒരാൾക്കൊരു നന്മ ചെയ്താൽ അത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് പ്രശസ്തിയാകുവാനായിട്ട് ഇന്നാർക്ക് ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രശസ്തരാകുന്നവരാണ് ഇന്ന് പലരും. പിശാചിൻ്റെ കുതന്ത്രങ്ങളെ അതിജീവിച്ച് അത്ഭുതം കാട്ടിയവനാണ് യേശു കർത്താവ്. പിശാച് കർത്താവിനെ പരീക്ഷിക്കുവാൻ കർത്താവിന് അത്ഭുതം കാണിക്കുവാൻ ശക്തിയുണ്ട്, അതിന് സാധ്യമായി തീരും. അതൊക്കെ അറിയാവുന്ന പിശാച് ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് പിശാചിൻ്റെ കുതന്ത്രങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന യേശുവിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിശാചിനോട് കൂട്ടിമുട്ടുന്നതല്ല, മറിച്ച് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തുവാൻ സാധിക്കത്തില്ലെന്ന് പറയുന്ന കർത്താവിനെ, അവിടെയാണ് കർത്താവിൻ്റെ അത്ഭുതത്തെ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുന്ന കർത്താവിൻ്റെ അത്ഭുതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവർ നമ്മളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഓഫറുകൾ സ്വീകരിക്കാതെ ദൈവം എന്നെ വഴി നടത്തും, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. നമുക്കറിയാം, ചെങ്കടൽ കടക്കുവാനായിട്ട് ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ഭാരപ്പെടുകയാണ്, എങ്ങനെ ഈ ചെങ്കടലിനെ മറികടക്കും എന്ന് ഭാരപ്പെടുമ്പോൾ ദൈവം അവർക്ക് അവിടെ ചെങ്കടലിനെ രണ്ടായി പിരിച്ച് വഴി നടക്കുവാൻ തക്കവണ്ണം ഉള്ള അത്ഭുതം അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അബ്രഹാമിനെ നാം നോക്കുമ്പോൾ തൻ്റെ ഏകജാതനായ മകനെ, തനിക്ക് ദൈവം നൽകിയ തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ പറയുമ്പോൾ ഒരു മടിയും കൂടാതെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നടന്നു പോകുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം തന്നത് ദൈവത്തോട് മറികടക്കാതെ ദൈവത്തിനു വേണ്ടി അത് കാഴ്ചവെക്കുവാനായിട്ട് കടന്നു പോകുന്ന അബ്രഹാമിൻ്റെ മുന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവിന് വിശന്നപ്പോൾ കാക്കയാലെ ഭക്ഷണം കൊടുത്ത കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതുപോലെ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ക്രിസ്തുവും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും അനേക രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, അവിടെയൊക്കെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവിക ശക്തിയെ യേശു ഇവിടെ നമുക്കായി പകർന്നു തരുന്നു. നാം വിശ്വസിക്കുന്ന ദൈവത്തിന് നമ്മെ അത്ഭുതകരമായി വിടുവിക്കുവാൻ കഴിയും. അത് ദൈവത്തിന് ഒരു സമയമുണ്ട്, ആ നാളിൽ അവനെല്ലാം നമുക്ക് നൽകും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ ദൈവം അതൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട്, അതിനെയൊക്കെ മറികടക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് കൃപ നൽകും. ആ കൃപയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ സാധിക്കണം. ആത്മീയ സമർപ്പണത്തോടെ അത്ഭുതങ്ങളെ കാണിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നമ്മുടെ നന്മയുടെ അനുഭവങ്ങളെ നമ്മുടെ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മരുഭൂമിയിലൂടെ നടന്ന ആൾക്കാരെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അന്നേരം അവൻ എന്നോട് പറഞ്ഞത്, എനിക്കറിയാവുന്ന 2 പേരുണ്ട്. ഞാൻ ചോദിച്ചു അതാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് എൻ്റെ പപ്പയും ഒന്ന് ഞാനുമാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു, നിൻ്റെ പപ്പ നടന്നതുപോലെയല്ല നീ നടക്കുന്നത്. പപ്പ മരുഭൂമിയുടെ അവസ്ഥ തന്നെ കല്യാണത്തിനൊക്കെ മുന്നേ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ മരുഭൂമിയിലൂടെ നടന്ന അവസ്ഥ പറയുകയുണ്ടായി. വളരെ ക്ലേശം നിറഞ്ഞ യാത്ര. അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അക്കാമയൊക്കെ നഷ്ടപ്പെട്ടു, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. ആ ഒരവസ്ഥയിൽ നിന്ന് നടന്ന് റിയാദിലേക്ക് പോയ കഥയൊക്കെ പറഞ്ഞു. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഒന്നുമില്ല. ഇന്ന് അവർ AC കാറിനകത്ത് കയറിയിരിക്കുക, പോയി ഓഫീസിൻ്റെ വാതിക്കൽ ഇറങ്ങുക, വീണ്ടും അവർ AC റൂമിൽ കയറിയിരിക്കുക, അവിടെ നിന്ന് തിരിച്ച് റൂമിൽ വീണ്ടും വരിക. ഒരു കഷ്ടപ്പാട് പ്രയാസം എന്താണെന്ന് മരുഭൂമിയുടെ അവസ്ഥയൊന്നും അവരെ അറിയുന്നില്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മുതിർന്ന ആൾക്കാരൊക്കെ മരുഭൂമിയിൽ ജോലി ചെയ്തപ്പോൾ അവരനുഭവിച്ച കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ അവരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ, നമ്മുടെ കഷ്ടപ്പാടുകൾ കണ്ടുവേണം നമ്മുടെ മക്കൾ വളരുവാനായിട്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പല മാതാപിതാക്കളും തങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഒന്നും മക്കളോട് പറയാറില്ല. കാരണം അവരതൊന്നും അറിയരുത്. ഞങ്ങൾക്ക് ലഭിക്കാത്തതൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്താണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്. അങ്ങനെയുള്ള മക്കൾ വളർന്നു വരുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ ആത്മഹത്യയിലേക്ക്
ലോകത്തിലേക്കും മറ്റു പല പ്രവൃത്തിയിലേക്കും പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ ജീവിത രീതികളെക്കുറിച്ച് എങ്ങനെയാണ് അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്നതെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ നമുക്ക് ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് അവരോടത് പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ ദൈവം ഇങ്ങനെയാണ് എന്നെ വഴി നടത്തിയത്, ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചത്, അത് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. നോമ്പ് കാലയളവിൽ പലരും ചോദിക്കും, എന്തിനാണ് നോമ്പ് നോക്കുന്നതെന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെന്നപ്പം എന്നോട് ഞങ്ങളുടെ അപ്പുറത്തുള്ള വീട്ടിലെ മോൻ എന്നോട് ചോദിച്ചു, അമ്മാമ്മ എവിടെ പോയിട്ട് വരുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുവാ, നോമ്പ് പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അവർ യാക്കോബക്കാരായതുകൊണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് നോമ്പ് പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നോമ്പ് പ്രാർത്ഥനയുണ്ട്. എന്നാ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, ഒത്തിരി നാളായി തുടങ്ങിയിട്ട്, ഒരു 3-4-5 വർഷമായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ മർത്തോമക്കാരായതുകൊണ്ട് നമുക്ക് നോമ്പില്ല എന്നാണ് മറ്റുള്ളവരുടെ വിചാരം. എന്നാൽ നോമ്പും പ്രാർത്ഥനയും നമ്മെ ശുദ്ധീകരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതിനും നമ്മുടെ ഒരു പുതുക്കത്തിനുമായി തീരുന്ന ഒരവസ്ഥയാണ് നോമ്പ് എന്ന് പറയുന്നത്. കേവലം ഭക്ഷണം വെടിയുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ തക്കവണ്ണം, നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും നമ്മുടെ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേദനകളൊക്കെ ദൈവസന്നിധിയിൽ പകരുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ ഇരിക്കുവാൻ ഒരുപാട് വേദനയും പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്നവരുണ്ട്. കടഭാരങ്ങളിലൂടെ നീറിപ്പുകയുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങളായിട്ട് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. 40 ദിവസം മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ടും വിശപ്പിൻ്റെ മുൻപിലും ദൈവശക്തിയെ വെളിപ്പെടുത്തിയ വലിയവനായ യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകം തരുന്ന അത്ഭുതത്തേക്കാൾ അപ്പുറത്തേക്ക് നിത്യമായ അത്ഭുതത്താൽ വഴി നടത്തുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, മരുഭൂമി അതിജീവനത്തിൻ്റെ വഴിയാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അതിജീവനത്തിൻ്റെ വഴിയാണ്. നമുക്കെന്ത് പ്രശ്നം വന്നാലും അതിനെ ആളുകളിലൊക്കെ കോവിഡ് വന്നു, പ്രളയം വന്നു, അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് വഴിയൊരുക്കി തന്നു. അങ്ങനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. 40 ദിവസത്തെ പ്രയാസത്തിനൊടുവിൽ 41 ദിവസം അതിജീവനത്തിൻ്റെ പ്രതീകമായി യേശു ഗലീലയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. സാത്താൻ്റെ പരീക്ഷ അനേകർ യേശു ഗലീലയിലേക്ക് പോകുന്നു. ഈ സംഭവിച്ചതൊക്കെ അറിഞ്ഞിട്ട് ജനം അവനെ മഹത്വപ്പെടുത്തി. യേശുവിൻ്റെ ഈ അതിജീവനത്തിൻ്റെ കഥ നാട്ടിലെല്ലാം പരന്നു. നമുക്കറിയാം, ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തെ തള്ളി പറയുന്നവരായിട്ട് മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ തള്ളി പറയും, എന്താ ദൈവം എനിക്കിങ്ങനെ തന്നതെന്ന് ചോദിക്കും. ദൈവത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്കൊരിക്കലും അവകാശമില്ല. ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നത് നമ്മളെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നേരം ചോദിക്കും, എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുത്തിയത്, എന്നാൽ എന്നെ അങ്ങ് എടുത്തിട്ട് ദൈവം തമ്പുരാന് മറ്റൊന്നിനെ എനിക്ക് തിരിച്ചു തന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ആ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ഒരർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കാരണം ഒരുപക്ഷെ ദൈവം തമ്പുരാൻ അങ്ങനെ ചെയ്യും. അതിനേക്കായി എടുത്തതിനേക്കായി നല്ലതിനെയായിരിക്കും ദൈവം നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത്. നല്ലൊരവസ്ഥയായിരിക്കും ദൈവം തന്നിരിക്കുന്നത്. അത് നമുക്കിപ്പം ചിലപ്പോൾ മനസ്സിലാവത്തില്ല. കുറേ കഴിയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ദൈവം നടത്തിയ വഴികളെയൊക്കെ നമ്മൾ ഓർക്കും. കർത്താവേ, എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ ആയിരുന്നു എൻ്റെ ജീവിതയാത്ര. ആ യാത്രയിൽ നീ എന്നോട് കൂടെ ഇരുന്നല്ലോ, നീ എന്നെ വഴി നടത്തിയല്ലോ. ഈ ലോക ജീവിതത്തിൽ നിന്നെയും പരിഹാസവും അപമാനവും പഴിയും ദൂഷ്യവും ഒക്കെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. എന്നാൽ ആ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് നഷ്ടപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് നാം തീരുമാനിച്ചാൽ അത് പിശാചിൻ്റെ ചിന്തയായി പോകും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം, നമുക്ക് ഇയ്യോബിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ, ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യൻ, ആരെങ്കിലും ഒരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പാപപരിഹാര ബലി നടത്തുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോൾ ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടമായി പോയി. എന്നാൽ ആ നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയിൽ ഇനിയെങ്കിലും നിനക്ക് ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൂടായോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഇയ്യോബിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
യോബ് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറയുവാൻ തക്കണം. അങ്ങനെ പറയുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. കാരണം നാം മാനുഷികമായി ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെ പറയുവാനായിട്ട് നമ്മുടെ മനസ്സിനോട് നാം പറയണം, എനിക്ക് അങ്ങനെ പറയുവാനുള്ളൊരു കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ആ പ്രതിസന്ധികളിൽ മറികടന്നതുപോലെ ദൈവമേ എനിക്കും ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. വളരെ ഒരു കഥ ഇപ്രകാരം ഞാൻ വായിക്കുകയുണ്ടായി. വളരെ പ്രായം ചെന്ന ഒരു കുതിര വലിയൊരു പൊട്ടക്കിണറ്റിൽ വീണു. എന്നാൽ പൊട്ടക്കിണറ്റിൽ വീണു ആളുകളൊക്കെ ഇങ്ങനെ കൂടി വന്നിട്ട് ഇതിനെ എങ്ങനെ കരകയറ്റും? അപ്പോൾ ഇതിൽ നിന്ന് പ്രായം ചെന്നൊരു കുതിരയെ അതിനെ കരകയറ്റാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കിണർ മണ്ണിട്ടങ്ങ് മൂടിക്കളയാം, അപ്പോൾ പിന്നെ അതിനെ കരകയറ്റാൻ പറ്റത്തില്ല, അത് പ്രായം ചെന്നൊരു കുതിരയാണെന്ന്. അതങ്ങനെ പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ശരിയാ, എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, കുറേ മണ്ണ് കൊണ്ടുവന്ന് ഈ കിണറ്റിലേക്ക് ഇട്ട് ഓരോ കുട്ട മണ്ണും ഇതിനകത്ത് ഇടുമ്പോൾ ഈ കുതിര എന്ത് ചെയ്യും, ഒന്ന് കുടഞ്ഞിട്ട് ആ മണ്ണ് കുടഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ മേളിലോട്ട് നിൽക്കും. അങ്ങനെ അവർ ആ കിണർ മൂടുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ കുതിര ആ കിണർ നികന്നു വരുന്നതിനനുസരിച്ച് അത് മുകളിലേക്ക് വന്ന് അങ്ങനെ അത് കയറി രക്ഷപ്പെട്ടു പോയി. അതിൻ്റെ അതിജീവനമാണ് നാം അവിടെ കാണുന്നത്. അതിജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം വിചാരിക്കുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ, എനിക്കൊരു രോഗം വരുമ്പോൾ നമുക്ക് ആരെയും കാണാൻ വയ്യ, ഞാൻ ഈ അവസ്ഥയിലായിപ്പോയല്ലോ, എനിക്കിങ്ങനെ ഒരു അവസ്ഥ ദൈവം വരുത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറിയിരിക്കും. എന്നാൽ അങ്ങനെ ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് അതിനെ അതിജീവിക്കുവാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ നടത്തിയല്ലോ എന്ന് പറയുവാനായിട്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു കർത്താവേ, ഞാൻ ഏതുമില്ലാത്തൊരവസ്ഥയായിരുന്നു, എന്നാൽ ആ അവസ്ഥയിൽ നിന്നും ദൈവം എന്നെ ഇത്രത്തോളം വഴി നടത്തിയല്ലോ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മളെക്കാൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെക്കായി വിഷമത അനുഭവിക്കുന്ന പല ആളുകളും കാണും. അപ്പം നമ്മൾ അവരുടെ വേദന നോക്കുമ്പോൾ, ദൈവമേ, അവരുടെ വേദന കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലെ വേദന ഒന്നുമില്ലല്ലോ എന്ന് പറയുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയായി തീരും. വിശുദ്ധ വേദപുസ്തകം നാം വായിച്ചു നോക്കുമ്പോഴെല്ലാം അതിജീവനത്തിൻ്റെ കഥകൾ നമുക്ക് ഒരുപാട് കേൾക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടും യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞ ആ ഇയ്യോബിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പൗലോസ് ദൈവത്തെ ഉപദ്രവിച്ച ശൗലിനെ പിന്നീട് പൗലോസാക്കി മാറ്റിയപ്പോൾ അവനെ തേടിയെത്തിയതും കഷ്ടതയുടെ കയ്പുനീരായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിൻ്റെ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ പാതിക്ക് വെച്ച് ജീവിതം അവസാനിപ്പിച്ച് പോകുവാനായിട്ടല്ല, ഈ ലോക ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കാണും. നമ്മെ എല്ലാവരും ചിലപ്പോൾ തള്ളിക്കളഞ്ഞു നമ്മുടെ ആത്മസ്നേഹിതർ പോലും നമ്മളെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞു നിന്നിരിക്കും. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഈ ഒറ്റപ്പെടലിൻ്റെ ഒക്കെ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ, ആരൊക്കെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട്, ആരൊക്കെ തള്ളിയാലും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ദൈവം നമ്മളെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിട്ട് ഒരു കർത്താവ് മാത്രമേ നമുക്ക് കൂടെയുള്ളൂ. ആരൊക്കെ കൈവിട്ടു പോയാലും കൈവിടാത്തൊരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. അല്പനിമിഷം നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.